ഹലോ ഫ്രണ്ട്സ്, CR വീഡിയോയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുരിങ്ങക്കായാണ്. ഈ മുരിങ്ങക്കായ നമ്മൾ സാമ്പാറിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അവിയലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുരിങ്ങക്കായ മറ്റൊരു രീതിയിൽ നമുക്ക് തോരൻ വയ്ക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് മുരിങ്ങക്കായുടെ കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ മുരിങ്ങക്കായ ഏറ്റവും അധികം രോഗപ്രതിരോധ ശേഷിയുള്ള ഏറ്റവും വലിയൊരു നല്ല പച്ചക്കറി വിഭവമാണ് മുരിങ്ങക്കായ. ഇതിൽ വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. അതിനു പുറമെ പ്രമേഹം, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, ഹൃദ്രോഗം ഇവയ്ക്കൊക്കെ വളരെ അത്യുത്തമമായ ഏറ്റവും നല്ലൊരു പച്ചക്കറി വിഭവമാണ് മുരിങ്ങക്കായ. ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉത്തമമായ ഏറ്റവും നല്ലൊരു പച്ചക്കറി വിഭവമാണ് ഡ്രം സ്റ്റിക്ക് അഥവാ മുരിങ്ങക്കായ. ഇത് നിങ്ങൾ നിത്യം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് ഒട്ടനവധി രോഗങ്ങളിൽ നിന്നും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തി നേടാൻ സാധിക്കും. അപ്പോൾ ഈ മുരിങ്ങക്കായ എങ്ങനെ തോരൻ വയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 5 വലിയ മുരിങ്ങക്കായാണ്. അപ്പോൾ അത് മുറിച്ചിട്ട് നമ്മുടെ അടുത്ത് വയ്ക്കാം. അതിന് ശേഷം ഒരു കട്ടിംഗ് ബോർഡോ ഒരു പ്ലേറ്റോ എടുത്തിട്ട് അത് നമ്മുടെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മുരിങ്ങക്കായ ചേർത്ത് വെച്ച് നടുവേ പിളരുക. ഇങ്ങനെ പിളർന്നതിന് ശേഷം ഒരു ബലമുള്ള സ്പൂൺ വെച്ചിട്ട് അതിൽ നിന്ന് ചീകിയെടുക്കുക. നന്നായിട്ട് കുറച്ച് ബലം കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ കട്ടിംഗ് ബോർഡോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റോ ഒക്കെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പ്രതലത്തിൽ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ചീക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും അതിൽ നിന്ന് അതിൻ്റെ ദശ. അപ്പോൾ അതിങ്ങനെ ചേർന്നെടുത്തിട്ട് ചരുകി അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി ഇപ്പോൾ നമുക്ക് കിട്ടി. ഇതൊരു ഭാഗത്തേക്ക് ഒരു ബബിളിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട ചേരുവകൾ എടുക്കാം. ഇതിലേക്ക് വേണ്ട ചേരുവകൾ: ഒരു മുറി നാളികേരം ചെറുകിയത്, ഒരു 1.5 ടീസ്പൂൺ കടുക്, പിന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ വേണ്ടത് ചുവന്നുള്ളി. ഇത്രയും സാധനം നമുക്ക് ചേരുവകൾ വേണം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാൻ. ഇപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇൻഡാലിയത്തിൻ്റെ ഒരു ചീനച്ചട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ പാനോ ഏതാണെങ്കിലും എടുക്കാം, അടുക്കി പിടിക്കാത്തത് ഏതെങ്കിലും എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 25 ഗ്രാം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവ് വരുന്ന കടുകിടാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കടുകിടാം. അപ്പോൾ കടുകിട്ടു. ഇനി ആ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുള്ളി എടുത്തിട്ടിടാം. ചെറുള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചത് ഇട്ട് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് പിന്നെ പച്ചമുളക്, നമ്മൾ അരിഞ്ഞ് വെച്ചത് 4 പച്ചമുളകുണ്ട്, അത് അതിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തു കണ്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. ആ കറിവേപ്പില അതിലേക്ക് തട്ടി കൊടുക്കുക. കറിവേപ്പില ഒന്ന് ഡ്രൈ ആയതിന് ശേഷം പിന്നെ നമുക്ക് എടുക്കാനുള്ളത് നാളികേരം. നമ്മൾ ചിരകി വെച്ചതാണ്. ആ നാളികേരം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതും ഇളക്കിയെടുക്കണം നന്നായിട്ട്. അതിങ്ങനെ ചുവന്ന് പോകരുത്, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുക. ഉള്ളി കരിഞ്ഞ് പോകരുത്. ഉള്ളി കരിഞ്ഞ് പോകാതെ ജസ്റ്റ് ഇളക്കിയെടുത്തു. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക. ഒരുപാട് വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് ഇളക്കി ഒന്ന് മിക്സാക്കി ഡ്രൈ ആയി. ഇവിടെ ഒക്കെ സിമ്മിലിട്ടിട്ടേ ചെയ്യാവൂ കേട്ടോ, കരിഞ്ഞ് പോകരുത്. ഉള്ളി കരിഞ്ഞാൽ നമ്മുടെ രുചി പോവും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങക്കാമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് എല്ലാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് ജോയിൻ്റ് ആക്കുക. നമ്മൾ നല്ല ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ജോയിൻ്റ് ആക്കി. എന്നിട്ട് കുറച്ച് നേരം ഡ്രൈ ആവാൻ വിട്ട് കൊടുത്തിട്ട് കുറച്ച് 1/2 ടീസ്പൂൺ
ഉപ്പ് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഡ്രൈ ആവാൻ ഇട്ട് കൊടുക്കുക. എന്നിട്ടിങ്ങനെ ഒന്ന് പൊത്തി ഇങ്ങനെ അടച്ച് വയ്ക്കുക. അതിനകത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് നമുക്ക് അങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യാം സിമ്മിൽ. നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്, ഇതിലേക്ക് ഒന്നും വേണ്ട, അതിൻ്റെ വെള്ളം മതി. അപ്പോൾ തുറക്കുമ്പോൾ നമുക്കിതങ്ങനെ കിട്ടി, നന്നായി ഡ്രൈ ആയിട്ട്. ഇങ്ങനെ ഈ പരുവത്തിൽ ഒരു 5-6 മിനിറ്റ് നമ്മൾ ആ ചീനച്ചട്ടിയിലിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവർ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കറിവേപ്പില പച്ചമുളകും അതിൻ്റെയൊക്കെ ചേർന്നിട്ടുള്ള നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നമുക്ക് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് ആക്കാം. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ കൂൺ തോരൻ വെച്ചതിനേക്കാളും നന്നായിട്ടുള്ള നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ട്രൈ ചെയ്യുക, ഇപ്പോഴും ട്രൈ ചെയ്യുക. ഇത് വളരെ നല്ല ഹെൽത്തി ഫുഡാണ്. അതൊരു സൈഡ് ഡിഷാണെങ്കിലും നല്ലൊരു ഫുഡാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ നന്നായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. ബൈ.